നമസ്കാരമുണ്ടേ. വിരാടം വിനോദം ഇന്ന് ഓണത്തിൻ്റെ ആരാധനാമൂർത്തിയായ തൃക്കാക്കരയപ്പൻ്റെ മണ്ണിലാണ്. തൃക്കാക്കരയപ്പൻ്റെ തിരുസന്നിധിയിൽ ഓണത്തോടനുബന്ധിച്ചുള്ള തിരുവോണ ഉത്സവം നടക്കുകയാണ്. ഓഗസ്റ്റ് 16 ആരംഭിച്ചതാണ്. ഇന്ന് 22 ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് 6ാം ഉത്സവമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നടക്കുന്ന കാഴ്ച ശീവേലിയും ഒപ്പമുള്ള മേളവുമാണ്. ഇന്ന് ഭഗവാന്റെ തിടമ്പേറ്റുന്നത് തൊടുപുഴക്കാരനായ മുണ്ടയ്ക്കൽ ശിവാനന്ദനാണ്. തിടമ്പ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. മേളക്കാരൊക്കെ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ സ്റ്റേജിൽ കച്ചേരിക്കുള്ള ആൾക്കാരുമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശീവേലി തുടങ്ങാറായി. തിടമ്പ് ശിവാനന്ദൻ്റെ പുറത്തേക്ക് കയറ്റുന്നു. മൊത്തത്തിലൊരു തിരക്ക് കുറവ് കാണുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കഴിയണം തിരക്ക് ആയി വരണമെങ്കിൽ. അങ്ങനെ ശിവേലി എഴുന്നള്ളിപ്പ് ആരംഭിക്കുകയാണ്. നാദസ്വരം തുടങ്ങി. ആനക്കൊട്ടിലിൽ നിന്നും ഇറങ്ങി ഇനി ക്ഷേത്രത്തിന് വലം വയ്ക്കാനായിട്ട് ആരംഭിക്കുകയാണ്. ഈ തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ വിളങ്ങുന്ന വൈഷ്ണവ ചൈതന്യമുണ്ടല്ലോ, അതായത് വാമനമൂർത്തി, ത്രിലോകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ത്രിവിക്രമ സങ്കല്പമാണത്രേ. അതത്രേ തിരുവോണ മഹോത്സവത്തിൻ്റെ കേന്ദ്രബിന്ദു. ഈ തിരുവോണ മഹോത്സവത്തിൻ്റെ പൊരുൾ ഭഗവാനും ഭക്തനും രണ്ടല്ല ഒന്ന് തന്നെ എന്ന് വിളംബരം ചെയ്യലാണത്രേ. ക്ഷേത്രത്തിൻ്റെ ഒരു വലം വെക്കൽ പൂർത്തിയായിട്ടുണ്ട്. വീണ്ടും ആനക്കൊട്ടിലേക്ക്. ഇനി നമുക്ക് മേളത്തിൻ്റെ കാഴ്ചകൾ കാണാം. ഇന്നത്തെ മേളം അവതരിപ്പിക്കുന്നത് കൊട്ടാരം സജിത് മാരാരും സംഘമാണ്. അവരൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പം മേളം ഇഷ്ടമുള്ളവർക്ക് ആസ്വദിക്കാം. ആ കാഴ്ചകളിലേക്കും കേൾവികളിലേക്കും. മേളം മുഴുവനായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. ചില പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആസ്വദിക്കാം.
വളരെ ആവേശമുണർത്തുന്ന ഭാഗങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലുള്ള മേളം കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി മേളം ക്ഷേത്രത്തിന് വലം വെക്കുന്ന ഭാഗമാണ് ഇനി കാണുന്നത്. ശിവാനന്ദൻ്റെ പുറത്തേറിയ ഭഗവാൻ എഴുന്നള്ളി വരുന്നു. ഇനി ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്താണ്. ഇവിടെയാണ് മഹാബലി എന്ന സുന്ദര സങ്കല്പത്തിൻ്റെ ആസ്ഥാനം, വടക്ക് സൈഡിലായിട്ട്. ഇനി പടിഞ്ഞാറേ നടയിലേക്കാണ് കേട്ടോ. മുമ്പിൽ കാണുന്നത് സർപ്പങ്ങളുടെ സ്ഥാനമാണ്. ദീപാരാധനയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങൾ ദീപങ്ങൾ തെളിയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് പടിഞ്ഞാറേ നട. നമുക്ക് പുറത്തിറങ്ങി നോക്കാം ക്ഷേത്രം എങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. പടിഞ്ഞാറേ നടയിൽ നിന്ന് നോക്കുമ്പോൾ ശ്രീകോവിലാണ് കാണുന്നത്. നമുക്കകത്തേക്ക് കയറാം. പ്രദക്ഷിണം തെക്ക് സൈഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് കിഴക്കേ നടയിലേക്ക് തന്നെ വരാം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. ഉണ്ടയ്ക്കൽ ശിവാനന്ദൻ്റെ പുറത്തേറിയ ഭഗവാൻ പതിയെ വരുന്നത് നമുക്ക് കാണാൻ കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ കൊട്ടാരം സുജിത് മഹാരാജിൻ്റെ മേളം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ മേളക്കാർ പരസ്പരം കൈ കൊടുത്തൊക്കെ പിരിയുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ശിവേലി എഴുന്നള്ളത്ത് ഒരു റൗണ്ട് കൂടി പൂർത്തിയാക്കാനുണ്ട്. ശേഷം ദീപാരാധനയാണ്.
ഇപ്പോൾ തിടമ്പ് ഇറക്കുന്നത് നമുക്ക് കാണാം. ശേഷം നെറ്റിപ്പട്ടമൊക്കെ അഴിച്ചു വെച്ചു. ഇനി ദീപാരാധനയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.